കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ ആഴ്ചയ്ക്കുള്ള ദൂത്, ഈ ആഴ്ചയ്ക്കുള്ള മെസ്സേജ് കർത്താവ് തന്നിരിക്കുന്നത് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. മുറിവുകളെ മുതലെടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശാരീരികമായി പ്രയാസമൊന്നുമില്ല, പുറമേ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ളിൽ പലപ്പോഴും നമ്മൾ നീറുന്ന പ്രശ്നങ്ങൾ, പെയിൻ ചുമന്നുകൊണ്ട് നടക്കാറുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് തോൽക്കാതിരിക്കുന്നതല്ല. എപ്പോഴാണോ അവന്റെ ജീവിതത്തിൽ തോൽവിയെ ജയത്തിന് ചവിട്ടുപടിയായിട്ട്, അല്ലെങ്കിൽ തോൽവിയോടും ജയത്തോടുമുള്ള ഒരു മനുഷ്യന്റെ മനോഭാവമാണ് അവന്റെ ജീവിതത്തിന്റെ സക്സസ് നിശ്ചയിക്കുന്നത്. ഒരു ക്രിക്കറ്റ് കളിക്കാരനെ നോക്കിക്കേ, തോറ്റിട്ടുണ്ട്. ഒരു സിനിമയിലോ മറ്റേതിൽ അഭിനയിക്കുന്ന ആളെ നോക്കിക്കേ, ചിലത് അവരുടെ പ്രസ്ഥാനം പൊട്ടിയിട്ടുണ്ട്. ചില നല്ലപോലെ പാട്ട് പാടുന്ന ആളുകൾ നോക്കിക്കേ, ചില പാട്ടൊന്നും ഏറ്റില്ല. ചില നല്ല ഡോക്ടറെ നോക്കിക്കേ, അവര് ചികിത്സിച്ച് ചില പേഷ്യന്റ് ക്രിട്ടിക്കലായിട്ട് മാറി. പക്ഷെ അവിടെ ഒന്നും എന്ത് ചെയ്തില്ല, തളർന്നില്ല. അവരുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തോൽക്കാതിരിക്കുക എന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തോൽക്കുമ്പോഴും തോൽവിയോടുള്ള മനോഭാവം പോസിറ്റീവായിരിക്കണം. ശരിയാ, ഈ ഒരു സാഹചര്യം ഉണ്ടായി, ബട്ട് എനിക്കറിയാം ഞാൻ ഈ സാഹചര്യത്തെ മറികടക്കും, ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരും. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നിങ്ങളുടെ മുറിവുകളെ മുതലെടുക്കാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ മുതലെടുക്കാനായിട്ട് പഠിക്കണം. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ തകർന്നവരാണോ, പരാജയപ്പെട്ടവരാണോ, നിങ്ങൾ ആ സാഹചര്യങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പഠിക്കണം. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. 2 Corinthians chapter 12 verse 9. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 12-ാം അധ്യായം 9-ാം വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിലും ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഒരു ശൂലവുമായിട്ട് നടന്നു. ഒരു ശൂലം ഉണ്ടായിരുന്നു, അവനെ കുത്താനായിട്ട് സാത്താന്റെ ദൂതൻ എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം പൗലോസ് പ്രാർത്ഥിച്ചു, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ തരണം. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ബലഹീനതകളിൽ എന്റെ ബലം തികഞ്ഞു വരുന്നു. ഉടനെ അവിടെ അടുത്ത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഐ ബോസ്റ്റ് ഓൾ മൈ വീക്ക്നെസ്. എന്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കുക. കാരണം എന്നറിയാവോ, എന്റെ ബലഹീനത കൂടുന്തോറും എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കിയ പൗലോസ് പറയുക, ഞാൻ പ്രശംസിക്കുന്ന എവിടെയാണെന്നറിയാമോ, എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കുക. കാരണം എനിക്കറിയാം, ഞാൻ ബലഹീനനാകുമ്പോൾ എന്നിൽ വെളിപ്പെടുന്ന ഒരു അസാധാരണ ദൈവശക്തിയെ കുറിച്ച് പൗലോസിന് അറിയാമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെല്ലാം മുറിപ്പെട്ടോ അതിനെ മുതലാക്കാനായിട്ട് പഠിക്കണം. അതായത് ഞാൻ നിങ്ങളുടെ കാര്യം, എൻ്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് ചില തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. ആ തോൽവികളാണ് ഞാൻ എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പലപ്പോഴും എന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ തോൽവി എന്നോട് പറഞ്ഞു, മോനെ ഇതല്ല വിളി, ഇതിലേക്ക് തിരിഞ്ഞേ. അവിടെ നിൽക്കുമ്പോ ആ തോൽവി അല്ലെങ്കിൽ ആ
ആ ഒരു ഫോഴ്സിലുള്ള ഒരു പോക്കിന്റെ ഒരു ടേണിംഗ് ഉണ്ടല്ലോ, എന്റെ കറക്റ്റ് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് എന്റെ ചുവടുകൾ വെക്കാനിടയായി. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബലഹീനതയിൽ നിരാശപ്പെടരുത്, പരാജയത്തിൽ നിരാശപ്പെടരുത്. അതിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ സക്സസിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ് ഇൻ ഓൾ യുവർ ഫെയിലിയേഴ്സ്. തോൽവി അല്ല ശരിക്കും തോൽവി. Failures are not the real failures. But when you fail in your failures, that is a real failure. നിങ്ങളുടെ പരാജയമല്ല പരാജയം. പക്ഷെ നിങ്ങളുടെ പരാജയത്തിന് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ് യഥാർത്ഥത്തിലെ പരാജയം. ആ പരാജയത്തെ നോക്കി നിങ്ങൾ പറഞ്ഞ ഇല്ല, ഇവിടെയും എന്റെ കർത്താവിന് അസാധാരണമായ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾ പലപ്പോഴും ചില ചലഞ്ചുകളുടെ നടുവിൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ ആ ചലഞ്ചുകളുടെ നടുവിൽ കൂടെയാണ് കർത്താവ് ചില അസാധാരണമായ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം, അതിന്റെ 2-ാമത്തെ അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായത്തില് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയുടെ കൂടെ ഗിൽഗാലിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ നമുക്കറിയാം ഏലിയാവ് എലീശ ഇവർ രണ്ടുപേരും നമുക്കറിയാവുന്ന. ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ എടുക്കാനായിട്ട് പദ്ധതിയിട്ടു. അതൊരു ശരിക്കും പറഞ്ഞ ഏലീശയെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത പ്രയാസമുള്ളൊരു കാര്യമാണ്, വളരെ പെയിൻഫുള്ളാണ്. കാരണം ഈ എലീശ ആരാന്നറിയോ? ഏലിയാവ് ആരാന്നറിയോ? ഏലിയാവ് 3-ാം വാക്യം വായിക്കാം. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്നും എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. ഏലിയാവ് ഒരു പ്രവാചകനായി നിൽക്കുകയായിരുന്നില്ല, വലിയൊരു പ്രൊഫറ്റിക് സ്കൂൾ നടത്തുന്ന ആളായിരുന്നു. ഒരുപാട് പ്രവാചകന്മാരെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന ആളായിരുന്നു ഏലിയാവ്. അപ്പൊ ഏലിയാവിന്റെ കൂടെ പഠിക്കുന്ന ധാരാളം പ്രവാചകന്മാരുണ്ട്, പ്രവാചക ഗണത്തിലെ പലരുണ്ട്. എന്നാൽ ഈ ഏലീശ ഈ പ്രവാചക ശിഷ്യന്മാരുടെ ഗണത്തിൽ ഏറ്റവും അവസാനത്തവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏലിയാവ് മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ വെളിപ്പാട് കിട്ടിയിട്ട് ഇറങ്ങി പോകുന്ന പ്രവചനത്തിന് അല്ലെ, അവരിങ്ങനെ വന്നു അത്രേ ഉള്ളൂ. നമുക്കറിയാമല്ലോ പണ്ടത്തെ കാര്യം ഇപ്പോഴത്തെ കാര്യമല്ലോ. ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ ആദ്യത്തെ നല്ല മിടുക്കന, അവനെ ഡോക്ടർ ആക്കിയേക്കാം. രണ്ടാമത്തവനെ അവൻ ഭയങ്കര കണക്കിൽ നല്ല മിടുക്കന, അവൻ എഞ്ചിനീയർ ആക്കിയേക്കാം. മൂന്നാമത്തവൻ ഒരു കിഴങ്ങന, അവൻ എന്ത് ചെയ്യാം, സുവിശേഷ വേലയ്ക്ക് വിട്ടേക്കാം. അവന് വലിയ ഗുണമില്ല, ഒരു കാര്യം അവനെ മാന്ന് പറഞ്ഞാൽ തേന്നാ പറയുന്നത്, അവനെ വിട്ടേക്കാം, അവനെ ദൈവവേലയ്ക്ക് അങ്ങ് വിട്ടേക്കാം. അപ്പൊ ഈ മറ്റുള്ള പ്രവാചക ശിഷ്യന്മാരൊക്കെ ഈ പ്രവചന ശുശ്രൂഷയ്ക്ക് എന്തൊക്കെയോ ചില ബെനിഫിറ്റ് ഉണ്ട്, അത് കണ്ട് ഓടി വന്നവരാ. പക്ഷെ ഏലീശ ആ കടത്തിപ്പെട്ടവനല്ല. അവന് ഏലിയാവ് അവിടെ വെച്ച് കണ്ടുമുട്ടുന്നറിയോ? ഏലിയാവ് കണ്ടുമുട്ടുന്നത് നില ഉഴുതുകൊണ്ടിരിക്കുക, ഉഴുന്ന സ്ഥലത്ത് വെച്ച് നിലത്ത് വെച്ചാ കണ്ടുമുട്ടി, അവിടെ കണ്ടെത്തി വെച്ചാ കണ്ടുമുട്ടുന്നത്. അവിടെ നോക്കിയപ്പോ കുറെ കാളകൾ അവിടെ നില ഉഴുക, പക്ഷെ ഒരു കാള ഒറ്റയ്ക്ക് നിൽക്കുക. അവൻ ചെന്നെന്ത് അതിന്റെ മുഖമെടുത്ത് തന്റെ ചുമലിന്മേൽ വെച്ച് കാളയുടെ കൂടെ നിലമുഴുന്നുകൊണ്ടിരിക്കുന്ന ശക്തനായ ഒരുത്തൻ, കാര്യങ്ങളിൽ ഒരിക്കലും ഗിവപ്പ് ചെയ്യാത്ത മനസ്സുള്ള ഒരുത്തൻ, ഒരിക്കലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരുത്തൻ, ഒരു ചെയ്യുന്ന കാര്യത്തിനകത്ത് ഫുൾ എഫേർട്ട് ഇടുന്ന ഒരുത്തൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫലകരമാകണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനകത്ത് ഫുൾ അറ്റൻഷൻ, ഫുൾ ശ്രദ്ധ, ഫുൾ എനർജി, ഫുൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇവിടെ ഏലീശയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക ശുശ്രൂഷകന്റെ പണി, പ്രവാചക പണി ഏറ്റെടുത്തത് ഒരു പണി ഇല്ലാഞ്ഞിട്ട് ഏറ്റെടുത്തതല്ല, ശരിക്കും വിളിയുണ്ടായിട്ട് വന്നവനാ. അപ്പൊ ഈ മറ്റുള്ളവര്
ഏലിയാവ് എടുക്കപ്പെടുന്നു എന്ന് കേട്ടപ്പോ മറ്റു പ്രവാചക ശിഷ്യന്മാരെല്ലാം വീട്ടിൽ പോയി മാറിയിരിക്കുക. കാരണം ഇദ്ദേഹം എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്പ സമാധാനമുണ്ട്. കാരണം ഇദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ ഇദ്ദേഹം എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്പ സമാധാനമുണ്ട്. അപ്പൊ ബാക്കി എല്ലാവരും ഈ ഒരു സാഹചര്യത്തെ ലഘുവായി കണ്ടപ്പോ ഏലിശ തീരുമാനിച്ചു, ഐ ആം ഹിയർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പെയിൻഫുൾ സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിന് മുതലെടുക്കാൻ പോയാൽ, ഈ സാഹചര്യത്തെ ഈ മുറിവ് ഉണ്ടാകാനുള്ള സാഹചര്യത്തെ മുതലെടുക്കാൻ പോകും. അവൻ തീരുമാനിച്ചു, ഞാൻ ഇത് ഏറ്റെടുക്കാൻ പോവാം. അവിടെ പ്രവാചക ശിഷ്യന്മാർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ യജമാനനെ, ആ 3-ാമത്തെ വാക്യം വായിക്കുമ്പോ ഏലിയാവും ഏലീശയും നമ്മുടെ ബന്ധം മനസ്സിലാവും. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലക്കൽ നിന്നും എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. നീ ഇങ്ങനെ വിടാതെ നടക്കല്ലേ, പുറകെ 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 പുറകെ. നീ തലക്കല എന്ന് പറഞ്ഞാൽ നീ അവനെ വിട്ടൊരു പണിയില്ല നിനക്ക്. നീ അങ്ങനെ നടക്കുക. നിന്റെ യജമാനനെ പിതാവായ ദൈവം എടുക്കാൻ പോവും. അപ്പൊ ഈ ഏലിശ ഒരു കാര്യം തീരുമാനിച്ചു, എന്താണേലും ഞാൻ നിന്റെ കൂടെ, അവസാനം വരെ നിന്റെ കൂടെ, വിടുന്ന പ്രശ്നമില്ല. ദുഃഖത്തിലും സന്തോഷത്തിലും ദരിദ്രത്തിലും സമൃദ്ധിയിലും എന്തൊക്കെയാ പണ്ട് പറഞ്ഞ, അതൊക്കെ ഓർമ്മയില്ല. അതപ്പ പറഞ്ഞ് വെപ്രാളത്തിനകത്ത് അതൊക്കെ മറന്നു, അതൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇതെല്ലാം കൂടെ അവസാനം വരെ, മരണം നമ്മെ വേർപിരിക്കുന്നവരെ ഏലിശ അങ്ങനെ നിൽക്കുക. അങ്ങനെ പുറകെ. അപ്പൊ ഏലിയാവ് ചോദിച്ചു, ഏലിശ ഞാൻ എന്താ തരണ്ടേ? നീ എവിടെയെങ്കിലും അടങ്ങി നിൽക്കുക, ഞാൻ എന്താ തരണ്ടേ? എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നിലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. എന്ത് വേണം? ഇരട്ടി പങ്ക്. ഇരട്ടി പങ്കോ? അതെങ്ങനെയാ? ഇപ്പൊ എനിക്കുള്ളത് അല്ല തരാൻ പറ്റുള്ളൂ, ഉള്ളതിനെങ്ങനെ ഇരട്ടി തരുന്നത്? അപ്പൊ അവിടെ ഈ ഇരട്ടി പങ്കെന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. വായിക്കാം, ആവർത്തന പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 21 verse 17. Deuteronomy chapter 21 verse 17. തനിക്കുള്ള സകലത്തിലും 2 പങ്കു അനിഷ്ടയുടെ മകന് കൊടുത്തു. അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അവൻ അവന്റെ ബലത്തിന്റെ ആരംഭമല്ലോ, ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു. അപ്പൊ ഈ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ പ്രമാണങ്ങൾ ഇങ്ങനെ പറയാണ്, ഉപകൽപ്പനകൾ ഇങ്ങനെ പറയാം. പറഞ്ഞു വരുമ്പോഴത്തേന് അതിന്റെ 15, 16, 17 വാക്ക് ഒറ്റ ഒരു പാരഗ്രാഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഒരാൾക്ക് 2 ഭാര്യ ഉണ്ടെന്നിരിക്കട്ടെ, ഒരാള് ഇഷ്ടനുള്ളവനാണ്, ഒരാള് അനിഷ്ടനാണ്. ഒരാൾ ഇഷ്ടമുള്ള ആളാ, ഒരാൾ ഇഷ്ടമില്ലാത്ത ആളാ. അപ്പൊ ഇഷ്ടമുള്ള ആള്, ഇഷ്ടമില്ലാത്ത ആള്, അനിഷ്ടയുടെ മകൻ, ഇഷ്ടയുടെ മകൻ, അനിഷ്ടയുടെ മകൻ. അപ്പൊ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മകൻ രണ്ടാമത് ജനിക്കുകയും ഇഷ്ടമില്ലാത്ത ഭാര്യയുടെ മകൻ ആദ്യം ജനിക്കുകയും ചെയ്യുമ്പോ, നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും എന്ത് ചെയ്യരുത്? ആദ്യജാതന്റെ അവകാശം ആർക്ക് കൊടുക്കരുത്? ഇളയവന് കൊടുക്കരുത്. ആദ്യജാതന്റെ ഓഹരി ആർക്ക് തന്നെ കൊടുക്കണം? അനിഷ്ടയുടെ മകന് തന്നെ കൊടുക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 17-ാം വാക്യം. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്തു. അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അവൻ അവന്റെ ബലത്തിന്റെ ആരംഭമല്ലോ, ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു. നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണേ, ഒന്നുകൂടെ വായിക്കാം. തനിക്കുള്ള സകലത്തിലും 2 പങ്കു അനിഷ്ടയുടെ മകന് കൊടുത്തു. പങ്ക്, 2 പങ്ക്. ഏലിയാവിൽ നിന്ന് ഏലിശ ചോദിച്ചെന്നറിയാവോ? ഡബിൾ. ഇംഗ്ലീഷില് ഡബിൾ പോർഷൻ എന്ന. ഇത് ഈ ആവർത്തന പുസ്തകം 21-17 ഡബിൾ പോർഷൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. 2 ഒരേ വാക്ക. മലയാള തർജ്ജിമയിൽ 2 പദം ഉപയോഗിച്ചിരിക്കുന്നുള്ളത്, പക്ഷെ 2 ഒരേ പദം തന്നെയാണ്, ഡബിൾ പോർഷൻ. അപ്പൊ ഏലിയാവിനോട് ഏലിശ ചോദിച്ച ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ ഏലിശ ചോദിച്ചത്, നിനക്ക് പ്രവാചക ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട്,
ഞാൻ വളരെ ജൂനിയറാ. പക്ഷെ ഞാൻ ആരായിരുന്നു അറിയാമോ? ഞാനൊരു കഠിനാധ്വാനിയായിരുന്നവനാ. ഞാനൊരു ധനവാന്റെ മകനാ. ഞാൻ നിലത്തോട് പോരടിച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരുവനാ. എന്റെ മേൽ നീ കൊണ്ട് പുതപ്പിട്ടപ്പോഴ് എന്റെ ഇഷ്ടപ്രകാരം ഓടി വന്നവനല്ല. ഞാൻ എന്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു. ഞാൻ എന്റെ ജോലിയിൽ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ എന്നെ ആത്മാവ് നിയോഗിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ. അതുകൊണ്ട് എനിക്കൊരു കാര്യം വേണം. ഞാൻ അവസാനം വന്നവനാണെങ്കിലും എനിക്ക് ആദ്യജാതന്റെ പദവി എന്ന് പറഞ്ഞാൽ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ അടുത്ത സ്ഥാനക്കാരൻ. അതായത് പിതാവ് മാറ്റപ്പെട്ട് കഴിയുമ്പോ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവിന്റെ ദൗത്യം നിർവഹിക്കുന്നവന്, പിതാവിന്റെ കാര്യങ്ങളെ നോക്കി നടത്തുന്നവനാണ് ആദ്യജാതൻ. അപ്പോ ഏലീശ ചോദിച്ച ഇരട്ടി പങ്കെന്ന് പറയുന്നത്, ഏലിയാവ് 6 അത്ഭുതം ചെയ്തു, ഏലീശ 12 ചെയ്യണം. ഏലിയാവ് 8 ചെയ്തു, ഏലീശാവ് 16 അത്ഭുതം ചെയ്യണം. ഏലിയാവ് 16 അത്ഭുതം ചെയ്തു, ഏലീശ 32 അത്ഭുതം ചെയ്യണം. ഇങ്ങനെ ഇരട്ടി അത്ഭുതം ചെയ്യാൻ വേണ്ടിയുള്ള അഭിഷേകമല്ല ഏലീശ ചോദിച്ചത്. ഏലീശ ചോദിച്ചെന്താണെന്നറിയാമോ? നിന്റെ പ്രൊഫറ്റിക് സ്കൂളിന് എന്നെ നേതാവാക്കണം, എന്നെ പ്രിൻസിപ്പൾ ആക്കണം, എന്നെ ഡയറക്ടർ ആക്കണം. കാരണം എന്നാണെന്നറിയാമോ? എന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്, എന്റെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. ഏലിയാവിനോട് ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം ഏലിയാവിന്റെ അടുത്ത ആളായിട്ട് ഏലീശയെ കൊണ്ടുവരുന്നത്. ആമേൻ. ഏലിയാവിന്റെ പ്ലാൻ ആയിരുന്നില്ല, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ദൈവം പറഞ്ഞിട്ടാണ് ഏലീശയെ ആ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഏലീശ എടുക്കപ്പെട്ടപ്പോ, വായിക്കാം 12-ാമത്തെ വാക്യം, 11-12 വാക്യം, 11-12 വാക്യം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥം അഗ്നശ്വങ്ങളും വന്നു അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ടു. എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ചു ഖണ്ഡഖണ്ഡമായി കീറിക്കളഞ്ഞു. 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-ാമത്തെ വാക്യം. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്നു. അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനൻ. പ്രവാചക ശിഷ്യന്മാർ ഏലീശയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ പറയുന്നത്? യജമാനൻ ദാസൻ, യജമാനൻ ശിഷ്യൻ. പക്ഷേ ഏലിയാവിനെ എടുത്തപ്പോ ഏലീശ എങ്ങനെ വിളിച്ചെന്നറിയാവോ? എന്റെ പിതാവേ, എന്റെ യജമാനൻ എന്ന് അവര് പറഞ്ഞു. പക്ഷെ ഏലീശ പറയുക, ആമേൻ, ഹി ഈസ് നോട്ട് മൈ മാസ്റ്റർ, ഹി ഈസ് മൈ ഫാദർ, ഹി ഈസ് മൈ ഫാദർ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ അപ്പന്റെ ആദ്യജാതനായിട്ട്, അതായത് ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കണ്ടേക്കാം, പ്രതിസന്ധികൾ കണ്ടേക്കാം. Take advantage of all your challenges. Take advantage of all your pain. Take advantage of all your failures. I mean, there is something special waiting for you. I mean, നിങ്ങൾ ആ പെയിൻഫുൾ സിറ്റുവേഷനകത്ത് നിങ്ങൾ വിശ്വസ്തയോടെ നിന്ന് നിങ്ങൾക്ക് ആ സാഹചര്യത്തിനകത്ത് നിങ്ങൾക്ക് ചിലത് അച്ചീവ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനകത്ത് ചിലത് പ്രാപിച്ചെടുക്കാനുണ്ട്. Hallelujah. Take advantage of all your pain. Take advantage of all your failures. നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രതിസന്ധികളെ മുതലെടുക്കാനായിട്ട് പഠിച്ച് അവിടെ തളർന്നു പോകരുത്. പലരും നിരാശപ്പെട്ട് വീട്ടിനകത്ത് കയറിയിരിക്കുമോ? ഇത് നിന്റെ സീസണാണെന്ന് മറന്നു പോകരുത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നിനക്ക് സാമ്പത്തികമായ വെല്ലുവിളിയാണോ, ഇമോഷണലി നീ തകർന്നിരിക്കുകയാണോ ഈ സീസണില്? ഹല്ലേലൂയ, ആമേൻ. ചില സാഹചര്യങ്ങളിൽ ചിലരിപ്പോ ആരും എന്നെ വിളിക്കുന്നില്ല, ആരും എന്നോട് സംസാരിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. വചനത്തിനകത്ത് നിങ്ങൾക്ക് പല 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 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു തരാം. ആളുകൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ ഒറ്റപ്പെടലിനെ ആസ്വദിച്ച ചിലർ എന്ത് ചെയ്യുന്നറിയാമോ? അവർ ഇല്ലില്ല, എന്നെ ഇട്ടേച്ചു പോയവരെല്ലാം തിരിച്ചു വരട്ടെ, അയ്യോ അവരെല്ലാം എന്നെ ഇട്ടേച്ചു പോയി, ആരും എന്നെ വിളിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ തകർന്നുപോയി, ഈ നിലവിളിച്ച
ആശ്വസിപ്പിച്ചവരാരും പ്രയോജനപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒറ്റപ്പെടലിന്റെ നടുവില് ദൈവവും അവനും നമ്മുടെ കൂട്ടായ്മ ആസ്വദിച്ചവൻ. പത്മോസീവിൽ ഒറ്റയ്ക്കിടുന്ന യോഹന്നാൻ ഹല്ലേലൂയ 12 ശിഷ്യന്മാരുടെ കൂടെ ഒരുമിച്ച് നടന്നപ്പോഴല്ല, പത്രോസിനൂടെ ആമേൻ ഹല്ലേലൂയ ആമേൻ സുന്ദര ദേവാലയ ഗോപുരത്തിലേക്ക് പോയപ്പോഴല്ല, ദേവാലയത്തിലേക്ക് പോയപ്പോഴല്ല, ആമേൻ ഹല്ലേലൂയ യോഹന്നാൻ വലിയ ദർശനം കണ്ടത് ആമേൻ ഒറ്റപ്പെട്ട സമയത്തെ ആസ്വദിച്ചപ്പോഴാ. ഹല്ലേലൂയ ആമേൻ. ഞാൻ പറയട്ടെ, മോശയുടെ ജീവിതത്തിനകത്ത് മോശ ഏറ്റവും വലിയ കോളിംഗ് കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ താമസിച്ചപ്പോഴല്ല, ഒറ്റപ്പെട്ടതിനെ ആസ്വദിച്ചപ്പോഴാ. ഹല്ലേലൂയ യോസഫിന്റെ ജീവിതത്തിനകത്ത് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ അവന്റെ കൂടെ സഹോദരങ്ങളും അവന്റെ കൂടെ അപ്പനും അമ്മയും എല്ലാവരും അവന് സപ്പോർട്ടായിട്ട് നിന്നപ്പോഴല്ല യോസഫിന്റെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒറ്റപ്പെടലിനെ ആസ്വദിക്കാൻ പഠിക്കണം. Hallelujah. Take advantage of all your failures and all your pain, all your loneliness, all your rejections. Hallelujah. ഞാൻ പറയട്ടെ, hallelujah, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുറിവുകളെ മുതലെടുക്കാൻ പഠിച്ചേ. അവിടെ നിങ്ങൾ നാട്ടുകാരെ കുറ്റം പറയരുത്. ഓ അവര് വിചാരിച്ചിരുന്നെങ്കിൽ, ഇവര് വിചാരിച്ചിരുന്നെങ്കിൽ. അവൻ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ആ സാഹചര്യത്തിൽ നിങ്ങൾ മടുത്തു പോകരുത്, പിറുപിറുക്കരുത്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നല്ലപോലെ പാട്ട് പാടിക്കൂ, നല്ല ഉറക്കം നല്ല ശബ്ദത്തിൽ പാട്ട് പാടിക്കൂ, തുള്ളിച്ചാടി ഡാൻസ് ചെയ്തു. പക്ഷേ ആളുകൾ നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ, ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം പഠിക്കണം, നിശബ്ദമായിരിക്കാൻ പഠിക്കണം. കാരണം എന്താണെന്നറിയോ? വേദന നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് വാക്കുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നിശബ്ദമായിട്ടിരിക്കാൻ പഠിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആ ഒറ്റപ്പെടലിനെ ആസ്വദിക്കാൻ പഠിച്ച ഇവിടെ ഏലിയാവും ഏലിശയും ഒറ്റയ്ക്ക്, ഏലിയാവിന്റെ കൂടെ ഒറ്റയ്ക്ക് ഏലിശ നടക്കുക. ഏലിശയ്ക്ക് ഒരു കാര്യം അറിയാം, എന്റെ സീസണായി. ഇന്ന് രാത്രിയില് ഈ മെസ്സേജ് കേൾക്കുന്ന സകലരോട് ഞാൻ പറയാം, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ ഫെയിലിയേഴ്സ്. ഇന്നലകളിൽ നിനക്ക് സംഭവിച്ച പരാജയമില്ലേ? നിങ്ങൾക്കറിയാം, ലോകത്തിൽ മില്യൺസ് ഓഫ് ആളുകൾക്ക് പ്രയോജനപ്പെട്ടൊരു ദേവദാസിയാണ് ജോയ്സ് മേയർ എന്ന് പറയുന്ന ഒരു ദേവദാസി. ആ സഹോദരിയുടെ ജീവിതത്തിനകത്ത് വളരെ വേദനിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയതാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോയവർ പിന്നെ വലിയ വഴിതെറ്റി അനേകർക്ക് പ്രയാസം ഉണ്ടാകുന്ന നിലയിലേക്ക് തെറ്റിപ്പോയവരെ കാണാൻ കഴിയും. എന്നാൽ ഈ സഹോദരി ഒരു കാര്യം തീരുമാനിച്ചു, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ മൈ പെയിൻ. അവരുടെ അനേകരുടെ മുറിവുകളെ കെട്ടാനായിട്ട് ഇന്ന് ആ സഹോദരി എടുത്ത് ഉപയോഗിക്കുക. അവൻ കർത്താവ് എടുത്ത് ഉപയോഗിക്കുക. യെസ് ഹല്ലേലൂയ. എന്നാൽ ഞാൻ തിരിച്ചാ പറയുന്നത്, അവർ കർത്താവിനെ അനേകരുടെ മുറിവ് കെട്ടാനായിട്ട് പുള്ളിക്കാരി എടുത്ത് ഉപയോഗിച്ചിരിക്കുക കർത്താവിനും. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ പരാജയത്തെ കണ്ട് നിങ്ങൾ പരാജയമായി കണ്ടുകൊണ്ടിരിക്കരുത്. Take advantage of all your pain, all your failures. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു ഗുണവും അയാൾക്കില്ലേ, നിങ്ങൾ അയാളെ സ്നേഹിക്കണം. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ ദാറ്റ് പെയിൻ. കാരണം നിങ്ങളോട് ഒരു കാര്യം പറയാം, അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ലെവലിലേക്ക് നിങ്ങളെ കർത്താവ് ഉയർത്തിവിടും. നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരാളെ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേ. നിങ്ങൾ കരുതാൻ ഒരു സാഹചര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ കരുതിക്കേ. അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒറ്റ മനുഷ്യൻ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞു കാണത്തില്ല. നിങ്ങൾ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞേ. എല്ലാവരും കൊള്ളത്തില്ലെന്ന് ലോകം വിധി എഴുതിയ ആളാ. നിങ്ങൾ അവരെ കൊള്ളാമെന്നുള്ള മനോഭാവത്തോടെ അവരെ ഒന്ന് കരുതിക്കേ. ചിലപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിനെയും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ മുറിവുകളെ മുതലെടുക്കാനായിട്ട് പഠിച്ചേ. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ ആൻഡ് ഫെയിലിയേഴ്സ്. ഏലീശ ഒറ്റപ്പെട്ടതാ ഏലിയാവിന്റെ കൂടെ. പക്ഷെ ഏലീശ ഒരു കാര്യം തീരുമാനിച്ചു, ഇതെന്റെ സീസണാ, ഇതെന്റെ സമയമാ. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തെ പറയാം, തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടവരാരെങ്കിലും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ആ ഇട്ടേച്ചു പോയവരെല്ലാം പോട്ടെന്നേ, ഒറ്റപ്പെടുത്തിയവരെല്ലാം മാറിപ്പോട്ടെ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ, അവരുണ്ടെങ്കിലേ ഞാൻ പരിപൂർണനാകത്തുള്ളൂ. അവരും കൂടെ ഉണ്ടെങ്കിൽ, ഇച്ചിരി കാശും കൂടെ ഉണ്ടെങ്കിൽ
നല്ല ജോലി ഉണ്ടെങ്കിൽ, നല്ല കുടുംബം ഉണ്ടെങ്കിൽ, നല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നല്ല ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, നല്ല സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നല്ല വീടുണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, ഒരു നല്ലത് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ക്രിസ്തുവാകുന്ന നല്ലവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ തികവുള്ളവരാണ്, ക്രിസ്തുവിൽ നിറവുള്ളവരാണ്. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓൾ യുവർ പെയിൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനത്തിനും ആലോചനയ്ക്കുമായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതുമായ എല്ലാ പെയിൻഫുൾ സാഹചര്യത്തിലും ക്രിസ്തുവിനെ സ്നേഹം വെളിപ്പെടുത്തി ഫലം കായ്ക്കാൻ, ക്രിസ്തുവിനെ നിറവ് മനസ്സിലാക്കി മുന്നോട്ട് കുതിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.